നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നാടിൻ്റെ പണം നാടിന് കിട്ടും, നാട്ടിലെ ചെറുപ്പക്കാർക്ക് നാട്ടിൽ ജോലിയും ബിസിനസ്സും ചെയ്യാൻ അവസരം കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ പണവും വിഴിഞ്ഞം കേരളത്തിലേക്ക് കൊണ്ടുവരും. ഇന്ത്യക്കൊരു മഹത്തായ മാരിടൈം പാരമ്പര്യമുണ്ട്. അതിനെ തിരിച്ചു പിടിക്കുന്ന, അതിന് ഒരു നാഴികക്കല്ലാകുന്ന ദിവസമാണ് ഇന്ന്. 1498 മുമ്പ് വരെയുമുള്ള ഇന്ത്യ സമ്പൽ സമൃദ്ധിയുടെ, പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചു, സമ്പൽ സമൃദ്ധിയുടെ GDPയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നത് മാരിടൈം മേഖലയിലൂടെയായിരുന്നു. പോർട്ടിനെ റീജിയണൽ തലത്തിലും നാഷണൽ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒരേ തരത്തിൽ ഉപയോഗപ്പെടുത്തത്തക്ക തരത്തിൽ നമ്മുടെ സമൂഹത്തെ ആ മാരിടൈം കൾച്ചറിലേക്ക് കൊണ്ടുവരണം. പോർട്ട് നിർമ്മിച്ച് കാർഗോ വ്യാപാരത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും മാത്രം ഹബ്ബായാൽ പോരാ. കേരളം മാരിടൈം വിദ്യാഭ്യാസത്തിൻ്റെ ഈറ്റില്ലമായിട്ട് മാറണം. നമസ്കാരം. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതിക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിനായി വിഴിഞ്ഞം തുറമുഖം സമർപ്പിച്ചിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ നിരവധി യുവാക്കളെ, ഇതിനു പിന്നിൽ പ്രവർത്തിച്ച നിരവധി യുവാക്കളെ ഓർമ്മിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ഇന്ന് മറുനാടനൊപ്പം ഉള്ളത്. അതായത് WMC ബ്ലൂ എക്കോണമി ഫോറത്തിൻ്റെ ഗ്ലോബൽ ചെയർമാൻ കൂടിയായ ശ്രീ നാണു വിശ്വനാഥൻ സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങുകളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ പണം രാജ്യത്തിന് തന്നെ ലഭിക്കും, കേരളത്തിലുള്ള യുവാക്കൾക്ക് നിരവധി അവസരങ്ങൾ വരുമെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രസംഗത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, നിരീക്ഷിക്കുന്നത്? ഏറ്റവും ആപ്റ്റായിട്ടുള്ള വർത്തമാനമാണ് ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നാടിൻ്റെ പണം നാടിന് കിട്ടും, നാട്ടിലെ ചെറുപ്പക്കാർക്ക് നാട്ടിൽ ജോലിയും ബിസിനസ്സും ചെയ്യാൻ അവസരം കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം എനിക്ക് അല്പ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുമുണ്ട്. ലോകത്തിൻ്റെ പണവും വിഴിഞ്ഞം കേരളത്തിലേക്ക് കൊണ്ടുവരും. ലോകത്തിന് ആവശ്യമായിട്ടുള്ള സപ്ലൈ ചെയിൻ്റെ ഹബ്ബായിട്ട് കേരളം മാറും. വസുദൈവ കുടുംബം എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ ലോകത്തിൽ 7 ഭൂഖണ്ഡമായിട്ട് കിടക്കുന്ന 197 രാജ്യങ്ങളിലേക്ക്, കടലുള്ളതും കടലില്ലാത്ത ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിനുമെല്ലാം ആവശ്യമായിട്ടുള്ള സർവീസുകളും കാർഗോയും അതുപോലെ തന്നെ ടൂറിസം രംഗത്തും വികസനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുകളെയും കൂട്ടിച്ചേർക്കുന്ന മഹത്തായ നമ്മുടെ പാരമ്പര്യത്തെ, ഇന്ത്യക്കൊരു മഹത്തായ മാരിടൈം പാരമ്പര്യമുണ്ട്. അതിനെ തിരിച്ചു പിടിക്കുന്ന, അതിന് ഒരു നാഴികക്കല്ലാകുന്ന ദിവസമാണ് ഇന്ന്. ഒരു മാരിടൈം പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഞാൻ വളരെ ആഹ്ലാദത്തിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ വളരെ ദശാബ്ദങ്ങളായി കേൾക്കുന്നതാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകും, ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം തന്നെ. പക്ഷേ ഈ ഒരു ബ്ലൂ എക്കോണമി, ഇത്തരത്തിലുള്ള വേർഡുകളെല്ലാം കേൾക്കുന്നത് താങ്കളെപ്പോലെയുള്ള അന്താരാഷ്ട്ര മാരിടൈം വിദഗ്ധരിൽ നിന്നുമാണ്. ഇതുകൂടാതെ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഒരുപാട് മന്ത്രിസഭകളുടെ പരിശ്രമമാണ്. പക്ഷേ ഈ ഒരു ചടങ്ങിൽ പലരെയും വിസ്മരിച്ചോ എന്നുള്ളൊരു ചോദ്യവും ഉയർന്നു വരുന്നില്ല. ഞാനാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, നമുക്കൊരുമയോട് ഒരുമിച്ച് നമ്മുടെ നാടിൻ്റെ സമ്പത്തിന് ആക്കം കൂട്ടാൻ, നമ്മുടെ തലമുറ നമ്മളോടൊപ്പം വളരാൻ, ലോകത്തെ ഊട്ടാൻ ഏക മനസ്സോട് നമ്മളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് വിഴിഞ്ഞം സാധ്യമായി, നമ്മൾ വിജയിച്ചു എന്നാണ് ഞാനതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയാണ്, ഞാനൊക്കെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട്
കേരളത്തിലെ ബ്ലൂ എക്കോണമി, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, മാരിടൈം ഇൻഡസ്ട്രിയുടെ മൾട്ടിപ്പിൾ തലത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ആൾക്കാരായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഞാൻ ബ്ലൂ എക്കോണമിയുടെ കാര്യമൊക്കെ തിരുവനന്തപുരത്ത് നല്ല കേരളത്തിൽ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ വാക്കുകൾ അത്ര ഫെമിലിയർ അല്ലായിരുന്നു. എന്നേക്കാൾ മുമ്പേയുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഒരു തരത്തിലുമുള്ള ലാഭേച്ഛയും കൂടാതെ ഈ തുറമുഖം സക്സസ് ആകാൻ വേണ്ടി, തുറമുഖം വരുവാൻ വേണ്ടി പ്രയത്നിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ പക്ഷേ ഈ പറയുന്ന തുറമുഖത്തിനു വേണ്ടി പ്രവർത്തിച്ചത് അവകാശവാദങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെയല്ല. ലോകരാജ്യങ്ങളിൽ ചെന്നപ്പോൾ തുറമുഖ, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ഓഫ് മാരിടൈം മേഖലയിലൂടെ ലോകം വളരുന്നത് നേരിൽ കാണാൻ അവസരം കിട്ടി. ഒപ്പം ഇന്ത്യയുടെ മാരിടൈം ചരിത്രം പഠിക്കുവാനും അവസരം കിട്ടി. 1498 മുമ്പ് വരെയുമുള്ള ഇന്ത്യ സമ്പൽ സമൃദ്ധിയുടെ, പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചു, സമ്പൽ സമൃദ്ധിയുടെ GDPയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നത് മാരിടൈം മേഖലയിലൂടെ ആയിരുന്നു. എന്നാൽ 1498 ശേഷം വന്ന നമ്മുടെ നാട്ടിൽ വിദേശ ശക്തികൾ വന്നത് നമ്മളുടെ മാരിടൈം മേഖലയുടെ നട്ടല് ചവിട്ടിയൊടിക്കുന്ന തരത്തിലായിരുന്നു. അത് സ്വാതന്ത്ര്യ സമരം വരെയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നിടം വരെയും നീണ്ടുപോകുന്നു. അതിനോട് ഞാനൊരു കാര്യം കൂടെ കണക്ട് ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1498 വാസ്കോഡിഗാമ കേരളത്തിലെത്തിയപ്പോൾ നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള ചേരിതിരിവും ഒരു നാട്ടുരാജാവ് മറ്റൊരു നാട്ടുരാജാവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ശ്രമവുമാണ് നമ്മളുടെ മാരിടൈം മേഖല നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. അത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി എത്രയോ പേരുടെ ജീവിതം പിന്നീട് കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും കാലമെടുത്തിട്ടാണ് നമ്മൾ ഒരു മെഗാ പോർട്ട് അല്ലെങ്കിൽ ഒരു അൾട്രാ ലാർജ് വെസലുകളെയും വെരി ലാർജ് വെസലുകളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തുറമുഖം നാം പടുത്തുയർത്തുന്നത്. ഇവിടെ നാം ആ ചരിത്ര പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകണം. ഞങ്ങളെപ്പോലുള്ള എളിയവർ വലിയവരെ ഉപദേശിക്കാനൊന്നും തന്നെ പ്രാപ്തരല്ല. പക്ഷേ ആ മുൻകാല ചരിത്രം നാം മറക്കാതിരുന്നാൽ, നമുക്ക് ഒരുമയോട് പോയാൽ മാത്രമായിരിക്കും വിജയം കൈവരിക്കുന്നത്. പരസ്പരം പടവെട്ടാൻ ശ്രമിച്ചാൽ വിജയമായിരിക്കത്തില്ല ഉണ്ടാകുന്നത്. ചരിത്രം പഠിപ്പിച്ച പാഠമാണ്. ഇന്ത്യൻ മാരിടൈം ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അത് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൻ്റെ സമ്പദ്ഘടന ഏത് രീതിയിലാണ് ഈ തുറമുഖം സ്വാധീനിക്കുക? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ്ഘടനയെ. കാരണം നമ്മൾ 2-3 തലത്തിലേക്ക് എടുക്കണം. കേരള ഗവൺമെൻറ് ഒന്നാം തരം ലോജിസ്റ്റിക്സ് പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി, പോർട്ട് നവീകരണം, പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലൈഡ് ഇൻഡസ്ട്രികളുടെ നവീകരണം, അതിനാവശ്യമായിട്ടുള്ള സ്കില്ലിംഗ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു സുസ്ഥിര കേരളം എന്ന തലത്തിൽ കേരളം വളരെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാര്യമെടുത്താൽ, കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ ചരിത്രം നാം എടുത്താൽ, അതായത് നമ്മൾക്ക് പോർട്ടുകൾ അത്ര ക്വാളിറ്റി ആയിട്ടുള്ള തരത്തിലായിരുന്നില്ല, അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിനെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലേക്കായിരുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് പോർട്ടുകളുടെ നവീകരണത്തിന് വേണ്ടി സാഗർമാല പോർട്ട് പ്രോജക്റ്റ്, ഈ പറയുന്ന നമ്മൾക്ക് 9 കോസ്റ്റൽ സ്റ്റേറ്റ് ഉള്ളത് കൂടാതെ ബാക്കി വരുന്ന സ്റ്റേറ്റുകളിലേക്കെല്ലാം റോഡ് കണക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഭാരത് മാല പ്രോജക്റ്റ്, മാരിടൈം വിഷൻ, എങ്ങനെയായിരിക്കണം മാരിടൈം സെക്ടർ മുന്നോട്ട് പോകേണ്ടത്, ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കുന്നത്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് വളരെ കൂടുതൽ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കൂടുതലായിരുന്നു. അത് കുറയ്ക്കാനുള്ള ലോജിസ്റ്റിക്സ് കോസ്റ്റുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റലൈസേഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരത്തക്ക തരത്തിൽ PM ഗതിശക്തി, സാഗർ സുരക്ഷ, കടലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ബ്ലൂ എക്കോണമി എന്ന് പറയുന്നതിന് ഒരു മന്ത്രാലയത്തിൻ്റെ കീഴിൽ തന്നെ കൊണ്ടുവന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ ചേർക്കുന്നു. G20 പ്രധാനമന്ത്രി തന്നെ, ആരാധ്യനായ പ്രധാനമന്ത്രി തന്നെ ഹൈലൈറ്റ് ചെയ്തല്ലോ, G20 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ലോജിസ്റ്റിക്സ് കോറിഡോർ വലിയ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ലോകരാജ്യത്തിൻ്റെ സപ്ലൈ ചെയിനിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിനെയും നാം എടുക്കുന്നു. അയൽ രാജ്യങ്ങളിൽ ചാബുകാർ പോർട്ട് ഉദാഹരണത്തിനായിട്ടാൽ കൊളംബോയിൽ ലോജിസ്റ്റിക്സിൻ്റെ താരത്തിലേക്ക് പോന്നാൽ നാം എടുക്കുന്ന നിലപാടുകൾ,
സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കകത്തിൽ നമ്മളുടെ സുരക്ഷയും മറ്റ് ഡിഫൻസും ഒക്കെ ആയിട്ട് വരുന്ന അമേരിക്ക, ഈ ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ ആയിട്ടുള്ള കോഡ് റിലേഷൻഷിപ്പ്, ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോൾ കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ലോകരാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഏത് വലിയ വെസൽ വന്നാലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കാർഗോ ഇവിടത്തേക്ക് എത്തിക്കാനും ഇവിടെ നിന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കത്തക്ക തരത്തിലുള്ള ഒരു പോർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നാം എടുത്താൽ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും പോർട്ട് വ്യവസായത്തിലും അല്ലെങ്കിൽ അനുബന്ധ വ്യവസായത്തിലും അതോടൊപ്പം തന്നെ ടൂറിസത്തെ നാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ മറു സൈഡിൽ നടക്കുന്നു. ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോഴും കേരളത്തിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് ആൾക്കാരെത്തുന്നു. നമ്മുടെ പോർട്ടുകളിലേക്ക് വലിയ ക്രൂസുകൾ എത്തുമ്പോൾ ആ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ നമ്മുടെ ഇവിടത്തേക്ക് എത്തുന്നു. ഒപ്പം നമ്മൾ തീരദേശ റോഡുകൾ നിർമ്മിക്കുന്നു. നമ്മുടെ നാട്ടിലെ അതായത് നമുക്ക് കോസ്റ്റൽ എക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യത്തക്ക തരത്തിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നാം ചെയ്യുന്നു. അതുപോലെ തന്നെ കോസ്റ്റൽ ടൂറിസം നാം ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ഇൻലാൻഡ് വാട്ടർവേസിനെ നാം ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് ഇന്ത്യയിൽ മാരിടൈം സെക്ടറിൽ ഉള്ളത്. എന്നാൽ അതിനനുബന്ധമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളുടെ കൂട്ടിച്ചേർക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ സാഗർമാല, ഭാരത്മാല, വിഴിഞ്ഞം പോർട്ട്, കേരളത്തിലെ നോൺ മേജർ പോർട്ടുകളുടെ ഡെവലപ്മെൻറ്റ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, വല്ലാർപാടത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇന്ത്യയിലെ ലോജിസ്റ്റിക്സ് കോറുകളുടെ, ഫ്രീ സോണുകളുടെ, ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ, അതുപോലെ തന്നെ മറ്റ് കണ്ടെയ്നറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. സമാന്തരമായിട്ട് നമ്മൾ സ്കില്ലിങ്ങും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രമായിട്ട് പോരാ. പോർട്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് സമാന്തരമായിട്ട് തന്നെ ഒരു പോർട്ട് സംസ്കാരം, പോർട്ട് ആയിട്ട് ബന്ധപ്പെട്ട നിരവധി മേഖലകളുണ്ട്. അത് ഓരോന്നും വ്യത്യസ്തവുമാണ്, എന്നാൽ ക്ലോസ്ലി കണക്റ്റഡുമാണ്. ആ വ്യത്യസ്തം ഇപ്പം ഓഷ്യനിൽ കപ്പൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സീഫെയേഴ്സും നാവിഗേഷനും ഒരു സയൻസ് ആകുമ്പോൾ ഓഷ്യൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ഓഷ്യാനോഗ്രാഫി അതേ തരത്തിലുള്ള മറ്റൊരു സയൻസാണ്. ഒരു കപ്പൽ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നേവൽ ആർക്കിടെക്ട് വേറൊരു സയൻസാണ്. ഷിപ്പ് നിർമ്മാണം, ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് പൊളിക്കുക എന്ന് പറയുന്നത് ഇപ്പം അലാങ്ക, ഗുജറാത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് പൊളിക്കുന്ന കേന്ദ്രം, അതിന് മറ്റൊരു സയൻസാണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട്, കസ്റ്റംസ്, മാരിടൈം ലോ, ആർബിട്രേഷൻ, മറൈൻ ഇൻഷുറൻസ്, ഇങ്ങനെ വരുന്ന അനവധി സബ്ജക്റ്റുകൾ ഇതിനകത്തിലേക്കുണ്ട്. അപ്പം ഈ മേഖലയിലേക്കുള്ള പുതിയ തരത്തിലേക്കുള്ള ഇപ്പോൾ ഒരു ഓട്ടോമേഷൻ്റെയും അതേ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കാലമാണ്. അതിനാവശ്യമായ തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൃത്യതയോടുകൂടി നാം എഡ്യൂക്കേഷനും കൊടുക്കണം. ഒപ്പം തുറമുഖം നാടിൻ്റെ സ്വത്താകുന്നത് സാധാരണക്കാർ, തൊഴിലാളികൾ, ഗവൺമെൻറ്, ബിസിനസ് കമ്മ്യൂണിറ്റി, മറ്റ് പ്രൊഫഷണൽസ് എല്ലാവർക്കും അതിൽ പങ്കാളികളാകുമ്പോഴാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും പങ്കാളികളാകാൻ പറ്റുന്ന മേഖലയാണ് തുറമുഖം. അതായത് തുറമുഖത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചുകൊണ്ട് അനുബന്ധ മേഖലയിൽ, ഉദാഹരണത്തിന് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മാതിരി ആഫ്രിക്കൻ സെക്ടറുകളിൽ പറിക്കിച്ച കാഷ്യൂനട്ട് അല്ലെങ്കിൽ പറങ്ങാണ്ടി നമ്മളുടെ നാട്ടിൽ എത്തിച്ച് ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറച്ച് നാം അതിനെ ഫാക്ടറികളിലെത്തിച്ച് പ്രോഡക്റ്റുകളും ബൈ പ്രോഡക്റ്റുകളുമായിട്ട് റീ എക്സ്പോർട്ടും മറ്റും നടത്തിയപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തൊഴിലവസരം കിട്ടി. എക്സ്പോർട്ട് ഇമ്പോർട്ട് നാം നടത്തിയപ്പോൾ അല്ലെങ്കിൽ റീ എക്സ്പോർട്ട് നടത്തിയപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടി. അതുപോലെ ഇപ്പം വിഴിഞ്ഞം തുറമുഖം നാം തുറന്നതേ ഉള്ളൂ, ശൈശവത്തിലാണ്. ലോകരാജ്യങ്ങളുടെ പോർട്ടുകൾ നൽകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നാം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് അനുസരിച്ച് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് 1971 തുടങ്ങിയിട്ടുള്ള ജബലാലി തുറമുഖം ഒരു 10,000 20 ഫീറ്റ് ഇക്വിവാലൻ്റിൽ നിന്നും തുടങ്ങി ഇന്ന് ഏകദേശം 20 ദശലക്ഷത്തോട് എങ്ങനെ എത്തി? ചൈനയിലെ ഷങ്കായി തുറമുഖം എങ്ങനെ ഈ നിലയിലേക്ക് എത്തി?
സിംഗപ്പൂർ പോർട്ടും ഹോങ്കോങ്ങും ബുസാനും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തിലേക്കുള്ള പോർട്ടുകൾ എങ്ങനെയാണ് ഈ തലത്തിലേക്ക് എത്തിയത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്തപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ നല്ല വശങ്ങളോടെ എടുത്തു. അതും കൂടെ നാം ചേർത്തുകൊണ്ട് നാം അതായത് ഈ പോർട്ടിനെ റീജിയണൽ തലത്തിലും നാഷണൽ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒരേ തരത്തിൽ ഉപയോഗപ്പെടുത്തത്തക്ക തരത്തിൽ നമ്മുടെ സമൂഹത്തെ ആ മാരിടൈം കൾച്ചറിലേക്ക് കൊണ്ടുവരണം. അവിടെയാണ് നമ്മൾക്ക് അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വലത് കൈ കൊണ്ട് അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് നിർമ്മിച്ചു, അത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യമാണ് അതിൻ്റെ മറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാകുക, ആയിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാകുക. എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. നാം ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ നിശിതമായി വിമർശിച്ച് മനോവീര്യം തകർക്കാനല്ല ശ്രമിക്കേണ്ടത്. മാരിടൈം സെക്ടറിൽ ഉള്ളവർ, അതായത് നമ്മുടെ നാടിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഓരോരുത്തർക്കും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ആൾക്കാർ ബ്ലൂ എക്കോണമിയെക്കുറിച്ചോ ലോജിസ്റ്റിക്സിനെ കുറിച്ചോ മാരിടൈം മേഖലയെക്കുറിച്ചോ അത്ര ആധികാരികമായിട്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവർ കുറവാണ്. എന്നാൽ മലയാളികൾ തങ്ങളുടെ ജോലിയുടെയും ബിസിനസ്സിൻ്റെയും ഭാഗമായിട്ട് ലോകരാജ്യങ്ങളിൽ മാരിടൈം സെക്ടറിലെ ഏറ്റവും അധികം വിജയം നേടിയിട്ടുള്ളവരുമാണ്. അതുപോലെ തന്നെ മറുനാടൻ മലയാളികളുമുണ്ട്. അപ്പം കേരളത്തിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയുടെയും മറുനാടൻ മലയാളികളുടെയും ലോകരാജ്യങ്ങളിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചും ബിസിനസ് ചെയ്തിട്ടും ഉള്ളവരുടെയും അറിവിനെ പൂള് ചെയ്ത് നമ്മൾ ഒരു സുസ്ഥിര വികസനം, ഒപ്പം തന്നെ ഇന്ന് നാം ഫേസ് ചെയ്യപ്പെടുന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാഭ്യാസം തേടി വിദേശത്തേക്ക് പോകുന്ന അവസ്ഥയ്ക്ക് നാം കുറവ് വരുത്തി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് എടുത്തു നോക്കൂ. നമുക്ക് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയണം. അതിന് കഴിയും. എന്തുകൊണ്ട് അതിന് കഴിയും എന്ന് ഞാൻ പറയുന്നു. കേരളം പോർട്ട് നിർമ്മിച്ച് കാർഗോ വ്യാപാരത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും മാത്രം ഹബ്ബായാൽ പോരാ. കേരളം മാരിടൈം വിദ്യാഭ്യാസത്തിൻ്റെ ഈറ്റില്ലമായിട്ട് മാറണം. ലോകരാജ്യങ്ങളിലുള്ള ഡോളറിലും യൂറോയിലും മറ്റ് അനുബന്ധ കറൻസിയിലും പണം മുടക്കി പഠിക്കുന്ന കുട്ടികളെ നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ നിന്ന് നമ്മളുടെ ബാങ്കിലെ ലോൺ എടുത്തിട്ട് നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് പോകാതിരിക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? കാരണം കേരളത്തിലെ ഒരു ഷിപ്പിംഗ് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള 590 കിലോമീറ്റർ തീരദേശം നമുക്കുണ്ട്. തീരദേശം കടലിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. കേരളത്തിൻ്റെ തെക്കേ അറ്റമായിട്ടുള്ള അല്ലെങ്കിൽ കന്യാകുമാരിയായിട്ട് വരുന്നിടത്ത് അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം സംഗമിക്കുന്ന ത്രിവേണി സംഗമം പഠനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ട്രാൻസ്പോർട്ടേഷനും മറ്റു തരത്തിലേക്കുമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷന് കേരളത്തിൽ നദികൾക്കും പുഴകൾക്കും തടാകങ്ങൾക്കും ഒരു തരത്തിലുമുള്ള കുറവില്ല. കേരളത്തിൻ്റെ തീരദേശം, മലനാട്, ഇടനാട് എന്ന് പറയുന്നത് ടൂറിസത്തിനും മറ്റുള്ള കാര്യത്തിലും ഏറ്റവും അധികം സ്യൂട്ടബിളായിട്ടുള്ളതാണ്. കൊച്ചിയിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും നിലവാരമുള്ള ഒരു പോർട്ട് ട്രസ്റ്റാണ്. അവിടെ ഷിപ്പ് നിർമ്മാണത്തിനും ഷിപ്പ് റിപ്പയറിങ്ങും മറ്റനുബന്ധ കാര്യങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവരെ പ്രാക്ടിക്കൽ തലത്തിലേക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വല്ലാർപാടത്ത് കണ്ടെയ്നർ ടെർമിനലുണ്ട്. കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ 17 നോൺ മേജർ തുറമുഖങ്ങളുണ്ട്. ചെറിയ തുറമുഖങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിൽ എത്രയോ സ്ഥലത്ത് നമുക്ക് വിഴിഞ്ഞം ഉൾപ്പെടെ, മുതലപ്പുഴ ഉൾപ്പെടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ഉൾപ്പെടെ എത്രയോ ഹാർബറുകളുണ്ട്. അപ്പോൾ ഹാർബറുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേവി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലത്തെ വിഴിഞ്ഞം തുറമുഖവും കൂടെ വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ പുതിയ മറ്റൊരു കാഴ്ചപ്പാടുകൂടെ അങ്ങോട്ട് വയ്ക്കുകയാണ്. ബ്ലൂ എക്കോണമിയുടെ ഭാഗമായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും കേരളത്തെ ഈ വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോൾ നമ്മൾ റോഡ് കണക്ടിവിറ്റി ഒക്കെ വരുന്നുണ്ട് താമസിക്കുന്നു പറയല്ലോ, താമസിക്കത്തില്ല. കേരളത്തിലെ ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും നല്ല മാരിടൈം യൂണിവേഴ്സിറ്റികൾ, ബ്ലൂ എക്കോണമി യൂണിവേഴ്സിറ്റികൾ, ഫോറിൻ ട്രേഡ് യൂണിവേഴ്സിറ്റികൾ ഇവ സമർപ്പിച്ച് ലോകത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഈ അവസരത്തിൽ എനിക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാരിടൈം രംഗത്തിനു വേണ്ടിയും വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടിയും ഒരുപാട് പേർ ഒരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിച്ചിട്ടുള്ളത് എനിക്കറിയാം.
വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം എന്ന് സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുമുണ്ട്. ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ആ വിട്ടുപിരിഞ്ഞിട്ട് പോകുന്നവരെ ഞാൻ ഓർക്കാൻ, അവരുടെ മുന്നിൽ തലകുനിച്ച് നമസ്കരിക്കാനും അവരെ നമസ്കരിക്കാനും ഞാൻ ഈ അവസരം എടുക്കുന്നു. ഒപ്പം തന്നെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്, ഞങ്ങളുടെ മനസ്സിലെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. മാരിടൈം ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. ഇന്ത്യക്ക് മാരിടൈം ചരിത്രം നഷ്ടപ്പെട്ടു പോയ കഥ അത്ര ഭയാനകമാണ്. അതിൽ നിന്നും നമ്മൾക്കൊരു മോചനം ലോകത്തോട് നാം വിളിച്ചു പറഞ്ഞ് പുതിയ ഒരു വെളിച്ചത്തിൻ്റെ പാത നമ്മുടെ മുന്നിലേക്ക് വരികയാണ് വിഴിഞ്ഞം. അതിന് കഴിഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഉറ്റവരെയും ഉടയവരെയും അടക്കിയ മണ്ണ്, ജനിച്ച മണ്ണ് വിട്ടുകൊടുത്ത എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും അത് നടപ്പിലാക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിച്ച എല്ലാവരെയും ഈ നിമിഷത്തിൽ നമസ്കരിക്കുന്നു.